ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കണ്ടംപററി സ്റ്റൈലിൽ വളരെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ്. ഈ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 2700 4 ബെഡ്റൂമോട് കൂടിയിട്ട്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലാണ്. അനീഷ് ബാബു സജന ദമ്പതികളുടെ വീടാണിത്. വീടിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീടിൻ്റെ ഓണറായിട്ടുള്ള ബാബുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ ഒരു വീട്. ഈ വീട്ടിലൊന്ന് താമസിക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്കൊക്കെ അവനക്ക് വേണ്ടി ദുആ ചെയ്യാം. ഈ വീട് 11 സെൻറ്റ് പ്ലോട്ടിലാണ് നിൽക്കുന്നത്. ഈ വീടിൻ്റെ ചുറ്റുഭാഗം നല്ല ഭംഗിയുള്ള ഒരു പ്ലേസാണ് കേട്ടോ. ചുറ്റും പാടവും നല്ല രസം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഒരു പാലക്കാടൊക്കെ പോയ ആ ഒരു ഫീലിങ്സാണ് നമുക്ക് കിട്ടുന്നത്. വീടിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങിൽ മെറ്റലാണ് ചെയ്തിട്ടുള്ളത്. ചെടിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ വിൻഡോസാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ ലൈറ്റിനും വെന്റിലേഷനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു സിറ്റ് ഔട്ടാണ്, ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് തന്നെ കാർ പോർച്ച് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഷൂറാക്കും കൂടെ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്സിലൊക്കെ ലപ്പോത്തറ ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഫ്ലോറും കംപ്ലീറ്റ്ലി ടൈലാണ്. ഈ വീട് ഇക്കാടെ ഫ്രണ്ടിൻ്റെ വീടാണ്. എലിവേഷനിൽ ഈ ഒരു പില്ലർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ക്ലാഡിങ് ടൈല് യൂസ് ചെയ്തിട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ ആണ് ഇട്ടത്. ഞാൻ പറഞ്ഞില്ലേ ഈ വീട് നിൽക്കുന്നത് നല്ലൊരു പ്ലേസിലാണെന്നുള്ളത്. ചുറ്റും പാടങ്ങളും നല്ല ഭംഗിയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. നമ്മുടെ വീഡിയോസ് കാണുന്ന പ്രവാസികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമാവും. അതാണ് ഞാൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. മെയിൻ ഡോറിൻ്റെ ഡിസൈനാണ് കേട്ടത്. കംപ്ലീറ്റ്ലി വുഡിലാണ് ഈ മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡബിൾ ഡോറാണ് നൽകിയിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒരു വുഡൻ ഹാൻഡിൽ കൂടെ കൊടുത്തിട്ട് സിറ്റ് ഔട്ടിലായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് 4 ചെയറും കൂടെ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ പോകുന്നത് ഇവിടെ ഓപ്പൺ കൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹാളിലോട്ടാണ്. എൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ടൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് സ്റ്റെയർ കേസും ഡൈനിങ് സ്പേസ് ഒക്കെ വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ കോർണറിലായിട്ട് ഒരു എൽ ഷേപ്പിൽ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ട് 2 ഭാഗത്തും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ കംപ്ലീറ്റ്ലി ടൈലാണ് നൽകിയിട്ടുള്ളത്. ഇടയിൽ അപ്പോച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസിനാണെങ്കിലും സീബ്ര ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ എല്ലായിടത്തും അൽജീരിയം അലുമിനിയം സ്ലൈഡിംഗ് വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ലിവിങ് സ്പേസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കോർട്ട്യാർഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡിലായിട്ടൊരു ഊഞ്ഞാൽ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോർട്ട്യാർഡിൻ്റെ ഫ്ലോറിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു മാറ്റാണ് നൽകിയിട്ടുള്ളത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് GIൻ്റെ ഒരു വർക്കും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിൽ നിന്നും ഇങ്ങനെ സ്ലൈഡിംഗ് ഡോർ നൽകിയിട്ടുണ്ട്. ഒരു ബെഡ്റൂമിലേക്കുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് ഡൈനിങ് സ്പേസ് കണ്ടിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ള 2 ബെഡ്റൂമും കൂടെ കാണാം കേട്ടോ. ഡൈനിങ് സ്പേസിലോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6 ചെയറോട് കൂടിയിട്ടുള്ള ടോപ്പിൽ ഗ്ലാസ് വരുന്ന ഡൈനിങ് ടേബിളാണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് ചെയ്യാതെ കോബ് ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടുള്ള അടുത്ത ബെഡ്റൂമിലേക്കുള്ള ആക്സസ് വരുന്നത് ആ ഒരു ഭാഗത്താണ്. ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ സർക്കിളിലുള്ള ഒരു മിറർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് വാൾ WVC ലൂവേഴ്സ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ അനിയൻ തന്നെയാണ്. അപ്പോൾ അവരെ ടീമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഇൻറ്റീരിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇവരായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. സ്റ്റെയർ കേസിൻ്റെ ഭാഗമാണിത്. ഇവിടെ ഈ ഒരു കോർട്ട്യാർഡിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗത്തായിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടെ നൽകിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇവിടെയൊക്കെ വലിയ വിൻഡോസ് ആയതുകൊണ്ട് തന്നെ മാക്സിമം നാച്ചുറൽ ലൈറ്റ്സ് ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പകൽ സമയത്തൊന്നും ഇവിടെ ലൈറ്റ്സിൻ്റെ ആവശ്യമേ ഇല്ല. കോർട്ട്യാർഡിലേക്ക് നൽകിയിട്ടുള്ള ഒരു സ്ലൈഡിങ് ഡോറാണിത്. ഇവിടുന്ന് കോർട്ട്യാർഡിലേക്കും ലിവിങ് സ്പേസിലേക്കും ഫ്രണ്ടിലോട്ടൊക്കെ നല്ല വ്യൂ ആണ്. ഇവിടെ വാർഡ്രോബും ഡ്രസ്സിങ് ഏരിയയും കൂടെ ഒന്നിച്ചിട്ടാണ് നൽകിയിട്ടുള്ളത്. ഒരു 3 ഷട്ടർ വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. മൈക്കയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബെഡ്റൂമിലായിട്ട് കിങ് സൈസിലുള്ള ഒരു കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫ്ലോർ അതന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതാണ്. സീലിങ്ങിൽ ഫോൾ സീലിംഗ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടുത്തെ ബെഡ്റൂംസ് എല്ലാം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിലേക്കുള്ള ആക്സസ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വലിയ ഓപ്പണിങ്സ് ആണ് ബാത്റൂമിലായിട്ട് കൊടുത്തിട്ടുള്ളത്.